നല്ല അച്ചാറാ. ഒന്ന് എടുത്തോളി. പപ്പടം എടുത്തോളി. നല്ല പപ്പടാ, എടുത്തോളി. ഒന്ന് എടുത്തോളി. ഇതാ അച്ചാറുണ്ട്, നല്ല അച്ചാറാ, എടുത്തോളി. അച്ചാർക്ക് വേണ്ട, വാങ്ങിയുണ്ട് ഇവിടെ. വേണ്ട വേണ്ട. ബാലേട്ടാ, വിഷു അല്ലേ? വിഷുവിനൊക്കെ ഒരുങ്ങിയോ? ഓനാട് ജയിലിൽ കിടക്കുമ്പോ നമ്മക്ക് എന്ത് വിഷുവാ അലവിയെ? വീട്ടിലൊക്കെ എന്താ സ്ഥിതി? വളരെ മോശാ. രാവിലെ പോരുമ്പോ കുട്ടികൾ പറഞ്ഞ് പടക്കം പൊട്ടിക്കണം, ഡ്രസ്സ് വാങ്ങണം, അതുകൊണ്ട് നേരത്തെ വരണം. അച്ഛനെന്താ പൈസ അയക്കാത്തതെന്ന്? എന്താ രവിന്റെ സ്ഥിതി? ഇറങ്ങിയില്ലല്ലോ. ഇപ്പൊ എത്ര വർഷമായി? 2 വർഷം 14 ദിവസമായി എൻ്റെ കുട്ടി പോയി. വിളിക്കാറില്ലേ? എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും. ഓൻ അതിനല്ലേ കഴിയുള്ളൂ. വീട്ടിലെ ചെലവൊക്കെ എങ്ങനെ ബാലേട്ടാ കഴിയുന്നത്? ഇപ്പോൾ ഈ പപ്പടും അച്ചാറൊന്നും ആർക്കും വേണ്ട. കുടുംബകാര്യം പറഞ്ഞ് നേരം പോയറിഞ്ഞില്ല. എന്നാ ഞാൻ പോട്ടെ. ബാലേട്ടാ, ഇതവിടെ വെച്ചോളി. വേണ്ടല്ലേ ഇതവിടെ വെച്ചോളി. വേണ്ടല്ലേ വെച്ചോളി. എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ കുറച്ച് പപ്പടം കൊണ്ടുപോയിക്കോ. ഞങ്ങളെ സന്തോഷത്തിനാണ് 2 പപ്പടം തന്നെ. അലിവാക്കല്ലേ? അതെ, ആള് മനസ്സിലായില്ല. ആരാ? ഞാൻ നൗഫല്. എവിടെ സ്ഥലം? ഞാൻ ഈ നാട്ടിലാണ് അൽവിയാക്ക. നിങ്ങൾ എന്നെ അറിയില്ലേ? പാപ്പൻ എല്ലാവർക്കും അറിയാം. കുണ്ട്ര സലീമാക്കന്റെ മോനാണ്. ആ, കുണ്ടറന്റെ മോനാ? കുണ്ടറനെ അറിയാത്തതിൽ ആരല്ലേ? എല്ലാരും കുണ്ടറനെ അറിയില്ലേ? ഇപ്പൊ എവിടെ? ഞാൻ ഷാർജയിലാ. ഞാൻ ഇപ്പൊ ലീവിന് വന്നാ. അല്ല, ആ പോയ ആളാരാ? എനിക്ക് എവിടുന്നോ നല്ല കണ്ട പരിചയം ഉണ്ടല്ലോ. അത് നമ്മളെ ബാലേട്ടനാ. ബാലേട്ടൻ്റെ മോന് ലീവ് കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ ഓൻ്റെ കൂട്ടുകാർ അച്ചാറ് കൊടുത്തയച്ചതാ. ഇത് എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസുകാർ ചെക്ക് ചെയ്തപ്പം ഈ അച്ചാറിൻ്റെ ഉള്ളിൽ മയക്കുമരുന്നായിരുന്നു. അത് ഇവൻ അറിയില്ല. അങ്ങനെ ജയിലിലപ്പം 2 വർഷമായി. ഞാൻ ഗൾഫിൽ നിന്ന് അറിഞ്ഞ് സാമ്പത്തികമായിട്ട് വളരെ മോശമല്ലേ? ഇപ്പം ജയിലിൽ കഴിയുന്ന
രവിൻ്റെ 2 കുട്ടികളെ കാര്യത്തിലാണ് ഒറ്റ കഷ്ടം. ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആ കുടുംബത്തിന് കിട്ടിയാൽ വലിയൊരു ഉപകാരമായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. വാപ്പനോണ്ട് അന്വേഷണം പറയും കേട്ടോ. അമ്മേ ആരോ ഒന്ന് വന്നേണേ. ആരാണ്? എന്തിനാ വന്ന്? നിങ്ങൾക്ക് ഒരു കൊറിയർ ഉണ്ടായല്ലോ, ബാലട്ടൻ അല്ലേ? ഞങ്ങൾക്കിപ്പോ അങ്ങനെ അയക്കാനൊന്നും ആളില്ലല്ലോ. അമ്മ അത് വാങ്ങിക്കോളി, ചിലപ്പോ അച്ഛൻ ഗൾഫിൽ നിന്ന് അയച്ചായിരിക്കും. ഒരു ഒപ്പിട്ടേക്കോടെ. ആരാ വന്ന്? ആരാ മോളെ? എന്താന്ന് അറിയില്ല, ആരാന്ന് തോന്നുന്നു അയച്ചിട്ടുണ്ട്. ഒന്ന് പൊളിച്ചു നോക്കിയമ്മേ, എന്താ സാധനം എന്നറിയാലോ. ഇപ്പൊ കൊറിയർ അയക്കാൻ പാരാളുള്ളത് മക്കളെ. ഏതായാലും നമ്മളെ കഷ്ടപ്പാട് കണ്ടിട്ട് ദൈവം കൊടുത്തിട്ടായിരിക്കും മോളെ. അതെന്താ മോളെ, അതിലൊരു കത്തുണ്ടോ? മോളെ ഇത് വായിച്ചോ, ഈ വായിച്ചോ. എന്താ മോളെ അതിൽ എഴുതിയേ? ഒന്ന് വായിക്കും മോളെ. പ്രിയമുള്ള രവിയുടെ അച്ഛൻ ബാലേട്ടന്, ഞാൻ രവിയുടെ സുഹൃത്താണ്. രവിയും ഞാനും ഒരുമിച്ചായിരുന്നു സൗദിയിൽ ജോലി ചെയ്തിരുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അന്ന് രവിയോട് കുറച്ച് കാശ് വാങ്ങിയിരുന്നു. അന്നത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് രവിയുടെ കുട്ടികൾക്ക് വിഷുക്കോടിയായി കുറച്ച് വസ്ത്രങ്ങൾ കൊടുത്തുവിടുന്നു. എല്ലാം ശരിയാകും. ഒരു മണി ഓർഡർ അയച്ചിട്ടുണ്ട്. വീട്ടിലുള്ള എല്ലാവർക്കും വിഷു ആശംസകൾ. 4 ധാരായിട്ട് അച്ഛൻ അയച്ചത്. എന്നാലും എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടാവുമ്പോൾ ആരാ അച്ഛായി കൊറിയർ അയച്ചത്? എൻ്റെ അച്ഛൻ എന്തു പറ്റി? അച്ഛനൊന്നും പറ്റിയില്ല മോളെ, അച്ഛനൊന്നും പറ്റിയില്ല. അച്ഛനൊന്നും പറ്റിയില്ല മോളെ. ചിലർ ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ആരും അറിയാതെ അവരെ സഹായിക്കുന്നു.